പിന്നെ അവളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് വല്ലതും മേടിക്കണോ? ആ, ഒരു 2 കിലോ ആപ്പിളും 2 കിലോ ഓറഞ്ചും ഒരു ഗ്ലൂക്കോസ് കൂടി അങ്ങ് വാങ്ങിക്കോ. ഒന്ന് പോയടാ അവിടെ നിന്ന്. ഒരു 49 ഷെയ്ക്ക് ബർഗർ, 98 × 2 196, 200 പരിപാടി. പിന്നെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാനൊക്കെ ഇനിയും കുറെ സമയമുണ്ട്. എടാ, ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലെങ്കിൽ നമ്മൾ ലോക്കലാണെന്ന് വിചാരിച്ചാലോ? സത്യമല്ലേ? നീ വല്ലാണ്ടൊന്നും ചിന്തിച്ചു കൂട്ടണ്ട, സമയം വരും. നീ ആദ്യം അവളെ പോയി കണ്ട് ഡീൽ ഉറപ്പിക്കും. എന്ത് ഡീല്? അതല്ല, ആദ്യം നീ അവളെ പോയി കണ്ടിട്ട് നിൽക്കണ പോണെന്നൊക്കെ തീരുമാനിക്കും. പിന്നെ വലിയ കുടി എന്ന ദുശീലങ്ങളൊന്നും ഇല്ലാന്ന് പറയാൻ നിൽക്കണ്ട. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് കുറച്ച് വൈൽഡ് ബോയ്സിനാണ് താല്പര്യം. അപ്പൊ ഇതൊക്കെ വീണ്ടും തുടങ്ങേണ്ടി വരൂ? നീ ആയിട്ട് തുടങ്ങണ്ട, അവരായിട്ട് അത് ചെയ്തോളും. സമയം ഉണ്ടല്ലോ. എന്ന് വെച്ചാ ഒന്നുമില്ല. പിന്നെ നീ നേരത്തെ ആ ഗിഫ്റ്റ് വാങ്ങാൻ വെച്ച കാശ് കയ്യിലിരിപ്പുണ്ടോ? ഒരു 2000 ബക്സ് ഉണ്ടെങ്കിൽ പുതിയ ജോലിക്ക് ട്രാവലിംഗ് കുറയുണ്ട്. മൊത്തത്തിലൊരു 12 ജില്ല കവർ ചെയ്യാണ്ട്. അതുകൊണ്ട് ഒരു ട്രാവലിംഗ് ബാഗ് വാങ്ങണം. നീ എന്താ മൈലെണ്ണ വിൽക്കാനാണോ പോകുന്നത്? ജോർജ്, ഒരു 1500 ഒക്കെ ആണോ? തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാ. വെറുതെ വേണ്ട, ശമ്പളം കിട്ടുമ്പോ തിരിച്ചു തരാം. ഒന്നും വേണ്ട, നീ ഈ പണിക്കെങ്കിലും മര്യാദയ്ക്ക് ഒന്ന് പോയാൽ മതി. വളരെ കഷ്ടപ്പെട്ട് മേടിച്ച ജോലിയാണ് അത്. തോറ്റു കൊടുക്കൂലേ? നീ നോയിക്കോ. I'll prove it myself. എടാ, നീ ഉറങ്ങിയാണ്. നീ നോക്കിയേ, ഇത് നമ്മുടെ നയൻതാര സൂപ്പർ അല്ലേ? എടാ, നമ്മുടെ ലേഡീസ് ഹോസ്റ്റലിൽ ഉദ്ഘാടനത്തിന് നയൻതാരനെ വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് വേണം ഇവിടെ പോലീസിന് ലാത്തി ചാർജ് നടക്കാൻ. എടാ, നമുക്ക് ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് നാടകം മുറിച്ച് വിളക്ക് കത്തിക്കാം. അതിനുശേഷം ഒരു ചായം കെട്ടണം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ടേ നമുക്ക്? തോരണമൊക്കെ കെട്ടി ഫ്ലെക്സൊക്കെ വെച്ച് നാട മുറിക്കുമ്പോൾ ചെറിയൊരു വെടിക്കെട്ടൊക്കെ നടത്തി അങ്ങനെ ആകെ മൊത്തത്തിലൊരു പ്രവേശനോത്സവം. അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവൂലടാ. എടാ, സുഖമൊക്കെ പതിയെ വന്നോളും. എടാ പൊന്ന് റാൻസി, ഈ ലേഡീസ് ഹോസ്റ്റൽ പരിപാടി അത്ര എളുപ്പമുള്ള പരിപാടിയല്ലട്ടാ. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? എടാ, ഞാനേ നമ്മുടെ കോക്കാച്ചി ചന്ദ്രനെ വിളിച്ചിരുന്നു. കോക്കാച്ചി? എടാ, അവൻ മറ്റേ ചാരായം മാറ്റില്ല അവന്റെ പണി. നീ എന്തിനാ അവനെയൊക്കെ വിളിച്ചത്? അതെ, അവനിപ്പോ അതൊക്കെ വിട്ട് ഹീസ് എ ഗുഡ് ബോയ്. അവനും അവന്റെ വൈഫും കൂടി ഇപ്പൊ ലേഡീസ് ഹോസ്റ്റൽ നടത്തുക. എന്നിട്ട് കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്നാ കേട്ടെ. തൊട്ടേനും പിടിച്ചതിനും പരാതി. ബോയ് ഫ്രണ്ട്സിനെ കൊണ്ടുവരിക, മതിലിൽ കയറിയിരിക്കുക, കണ്ണ് തെറ്റിയാ മതിൽ ചാടും. ആര്? ആരായിരിക്കും? ഇവിടെയുള്ളവർക്ക് എന്തായാലും മതിൽ ചാടേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വിശ്വസിക്കൂല. എന്റെ കുട്ടികൾ അങ്ങനത്തെ അല്ല. എന്റെ കുട്ടികളാ? എന്റെ പൊന്ന് റാൻസി, എന്തോ നിന്റെ വിചാരം? അത് നാക്കൊന്ന് ഒളിക്കിയതാ, അതൊക്കെ വിട്ടുകളാ. പക്ഷെ സ്വിമ്മിംഗ് പൂള് മസ്റ്റായിട്ട് വേണം. സ്വിമ്മിംഗ് പൂളാ? എടാ, ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന നമ്മുടെ കുട്ടികൾക്ക് ചാടിക്കുളിക്കാനായിട്ട് ഒരു പരസഹായം. അങ്ങനെയാണെങ്കിൽ നിന്റെ മരുവൻ പിന്റോനെ ആദ്യം ചങ്ങലക്കിടേണ്ടി വരും. അല്ലെങ്കിൽ അവനായിരിക്കും അവരുടെ ഇടയിലെ ജലദേവത. Too much complications. Program cancelled. Good. ഹായ് മെൽഡ, ലോങ് ടൈം നോ സീ. വേറെ അറിയും? ഞാൻ ഇപ്പൊ ഇവിടെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. 2 വർഷം മുൻപ് ഗോൾഡിന്റെ വില 47,000, ഇപ്പം 1,16,000. ആന്നേ, റോക്കറ്റ് വിട്ടുപോലാണ് ഗോൾഡിന്റെ റേറ്റ് കൂടുന്നത്. ട്രംപിന്റെ ഒക്കെ ഒരു കാര്യം ഒരു ചായയിലും മുട്ട ബോക്സിലും പറഞ്ഞു തീരേണ്ട കാര്യമാണ്. കൈവിട്ടു. ഞാനേ ഗോൾഡിന്റെ മാർക്കറ്റ് റേറ്റ് നീയുമായിട്ട് ഡിസ്കസ് ചെയ്യാനല്ല വന്നത്, എന്റെ ഗോൾഡിന്റെ കാര്യം പറയാനാ വന്നത്. പേടിക്കണ്ട, മെൽഡ പറഞ്ഞു. മെൽഡയുടെ ഗോൾഡിന് എന്താണ് പറ്റിയത്? പറ്റിയതല്ല, പറ്റിച്ചതല്ലേ. ആര്? പവന് 47,000 ഉണ്ടായിരുന്നപ്പോഴാണ് നീ എന്റെ അറിഞ്ഞാണ് ഊരി കൊണ്ടുപോയത്. 1 പവൻ തികച്ചും ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ എന്റെ സ്വർണം തിരിച്ചു കിട്ടണം. ഓടി രക്ഷപ്പെടാനാണെങ്കിൽ ഞാൻ ഇപ്പൊ ഒച്ച വെക്കും, പിന്നെ നാട്ടുകാർ കൂടി നിന്നെ അലക്കി പിഴിഞ്ഞെടുക്കും. അങ്ങനെയൊന്നുമില്ല. ആക്ച്വലി ഞാൻ മെൽഡനെ പലതവണ വിളിച്ചിരുന്നു, നമ്പർ മാറി തോന്നുന്നു. പിന്നെ
വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ ഞാനാകെ ടെൻഷനായി, പിന്നെ ഡിപ്രഷനിലായി. ഉറക്കില്ലാത്ത രാത്രി ആത്മഹത്യം ജസ്റ്റ് ഞാൻ രക്ഷപ്പെട്ടതാണ്. ആ ഗോൾഡ് എനിക്ക് തിരിച്ചു വേണ്ട. എനിക്കതിൻ്റെ പൈസ തിരിച്ചു മതി. 1,16,000. Oh my dad. You mean 1 lakh? No, 1,16,500. 500 എൻ്റെ വണ്ടിക്കൂലി. വണ്ടിക്കൂലേ? EMI ഉണ്ടോ? ഒരാഴ്ച ഞാൻ സമയം തരും. അതിനുള്ളിൽ എൻ്റെ കാശ് കിട്ടിയില്ലെങ്കിലേ ഞാൻ അന്വേഷിച്ചു വരും നിന്റെ ഓഫീസിലേക്ക്. നിനക്ക് ക്യാമറയും ലെൻസും വാങ്ങണം എന്ന് പറഞ്ഞിട്ടാ എൻ്റെ അരഞ്ഞാണ് ഊരിക്കൊണ്ടുപോയത്. പിന്നെ ഞാൻ എന്താ കാണുന്നത്? തായ്ലൻഡിൽ ഏതോ മദാമയുടെ കൂടെ തോളത്ത് കൈയിട്ടിട്ട് നിൽക്കുന്ന നിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത്? നിന്റെ ശത്രുക്കള് ChatGPT ഇട്ട് ചെയ്തതാണോ? ChatGPT എങ്ങനെയാണോ നിനക്ക് വാങ്ങിച്ചു തന്ന പുള്ളിക്കുത്തുള്ള അണ്ടർവെയർ ഉണ്ടെന്ന് അറിയാം. ആക്ച്വലി ഞാൻ ക്യാമറ വാങ്ങാൻ പോയിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ മൂഡ് മൊത്തം മാറി. പിന്നെ ഒരു ക്യാമറയുടെ പിമ്പിൽ ഒതുങ്ങി തീരേണ്ടതല്ല എൻ്റെ ജീവിതം എന്ന നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കി. എൻ്റെ കാശ് കിട്ടിയില്ലെങ്കിൽ നിന്റെ വീട്ടിലോട്ട് അങ്ങ് ഞാൻ വരും. പിന്നെ നിന്റെ നഗ്ന അങ്ങോട്ട് പോയി. ഛർദിക്കല്ലേ പ്ലീസ്. അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ എൻ്റെ വീട്ടിലേക്ക് നീ വന്ന് 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 അവിടെ താമസമാക്കി. എന്നിട്ട് എൻ്റെ അരഞ്ഞാണം പറയില്ലേ ഗോൾഡ് എന്ന് പറ. നീ എന്നെയും പഠിച്ചു, എൻ്റെ കാശും സ്വർണ്ണം ഒക്കെ പഠിച്ചു. അന്നത്തെ തിരിച്ചറിവില്ലാത്ത പിന്നോല്ല നിന്റെ മുമ്പിൽ നിൽക്കണത്. ജീവിതം മനസ്സിലാക്കിയ, ജീവിതത്തിന്റെ കൈപ്പേറിയ വശങ്ങൾ മനസ്സിലാക്കിയ പുതിയ പിന്തുണ നിന്റെ മുമ്പിൽ നിൽക്കണം. ഇതാരാന്നറിയോ? സ്മാർട്ട് ബോയ്. ആരാണ്? ഈ മുഖം എവിടെയും കണ്ടിട്ട് ഓർമ്മയില്ല? എനിക്കെന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. പണ്ടൊക്കെ എന്ത് രസമുള്ള ദിവസങ്ങളായിരുന്നു. ഒരു പണിക്കുമ്പോ വേണ്ട 3 നേരം ഫുഡ് അക്കോമഡേഷൻ ഫ്രീ. ഇതെന്റെ കുഞ്ഞാ. കല്യാണം കഴിഞ്ഞപ്പോ എനിക്കെന്നെ ഒന്ന് അറിയിക്കെങ്കിലും ചെയ്യായിരുന്നു. എന്റെ ഈ കാത്തിരിപ്പൊക്കെ വെറുതെ ഇല്ലേ? ഇത് നമ്മുടെ കുഞ്ഞാന്ന്. നമ്മളെ ബാംഗ്ലൂർ ഡേയ്സിൽ നീ എനിക്ക് തന്ന ട്രോഫി. നീ ഇവിടെ തലകറങ്ങി വീണാലേ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എടുത്ത് പൊക്കാൻ പറ്റില്ല. പിന്നെ നാട്ടുകാർ കൂടും, കഥകളൊക്കെ അറിയും. അതുകൊണ്ടേ അധികം നാടകമൊന്നും വേണ്ട. ഹണി ട്രാപ്പിലൊന്നും ഞാൻ വീഴൂല. സത്യമായിട്ട് എന്നെ വെച്ചല്ല. ഗോൾഡിന്റെ ക്യാഷിനാണെങ്കിൽ എന്റെ കിഡ്നി വിറ്റാണെങ്കിലും ഞാൻ പൈസ തരും. കിഡ്നി നീ എന്തായാലും വിൽക്കേണ്ടി വരും. ഞാൻ അടുത്ത ദിവസം തന്നെ കൊച്ചിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഞാൻ എന്തായാലും ജർമ്മനിക്ക് പോകും. പിന്നെ അങ്ങോട്ട് കൊച്ചിനെ നീ തന്നെ നോക്കേണ്ടി വരും. ബേബി വേണ്ട, എനിക്ക് എന്റെ ഗോൾഡിന്റെ കാശ് എന്തായാലും വേണം. പിന്നോ നിനക്ക് അവിടെ വേറെ പണിയൊന്നുമില്ലേ? ഒരു ടീ ബ്രേക്കിന് ഇറങ്ങിയതാങ്ങളെ. ഹു ഈസ് ദിസ് ബ്യൂട്ടിഫുൾ ഗേൾ? ഇത് നമ്മുടെ ഹോസ്റ്റലിലേക്കുള്ള കസ്റ്റമർ ക്യാൻവാസിങ്. നമ്മുടെ ഹോസ്റ്റലിലെ ഡൂസ് ആൻഡ് ഡോൺസ് പറഞ്ഞ് മനസ്സിലാക്കണേലും. പക്ഷെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണില്ലല്ലോ. നീ പറയണോ അതോ ഞാൻ പറയണോ? അല്ല അങ്ങള് ദിസ് ഇസ് മെൽഡ. ദിസ് ഇസ് മൈ അങ്കിൾ റാൻസി, കല്യാണം കഴിച്ചിട്ടുള്ള. ഹായ് മെൽഡ. കൊച്ചിന് എത്ര വയസ്സായി?